കൂട്ടുകാരെ, ഞാനിന്നൊരു കപ്പ ബിരിയാണി ഇവിടെ വെക്കാൻ പോവുകയാണ്. അതിനുള്ള സാധനം 1/2 കിലോ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് ചേർക്കേണ്ടി കുരുമുളക് ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലും കൂടെ ചേർത്താണ് നമ്മൾ ബീഫ് വാങ്ങേണ്ടത്. നമ്മൾ ആ ബീഫ് പുരട്ടാനുള്ള സവാള ഉള്ളി, ഒരു തക്കാളി, കുറച്ച് കരിവേപ്പില, ഒരു 4 പച്ചമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ കടുക്, ഗരം മസാല, ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ ബീഫ് ഇതിൽ പുരട്ടിയ ശേഷം നമ്മൾ കപ്പ എടുത്ത് ഇതിൽ തട്ടി അത് കാണിക്കുന്നതാണ്. കുറച്ച് കടുക് പോവേന ഉള്ളിയും എല്ലാം കൂടി ഇട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ചെറിയ ഉള്ളിയും കൂടെ ഇതിലിട്ടിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. വെളുത്തുള്ളിയും കൂടെ ഇതിൽ ചേർക്കുക. നമ്മുടെ എണ്ണയിലിട്ട് നോക്കിക്കുക. അങ്ങനെ വൈകിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കണം മുളക്, മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത മുളക് പൊടി ആയതുകൊണ്ട് ഒരുപാട് എണ്ണയിൽ മൂപ്പിക്കണ്ട. ഉപ്പ് നമ്മൾ ബീഫിലിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം ഉള്ളിയിൽ അതിൻ്റെ ഉള്ളിയിൽ ചേരാൻ വേണ്ടി നമ്മൾ കപ്പ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പിട്ടിട്ടുണ്ട്, ബീഫിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. വെള്ളം നമ്മൾ ബീഫിൽ വേവിച്ച വെള്ളം മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ. കപ്പ ബിരിയാണിക്ക് നമ്മൾ എല്ലും കൂടെ ചേർത്തിട്ട് വേണം ഇറച്ചി വാങ്ങിക്കാനായിട്ട്. എല്ലും കപ്പ എന്നാണ് പറയണത്. എല്ലും കപ്പ ബിരിയാണി എന്നാണ് പറയണത്. കപ്പ ബിരിയാണിയുടെ ബീഫ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മൾ ഇതിൽ കപ്പ തട്ടാൻ പോകുന്നു. കാരണം നമ്മൾ ഈ വലിപ്പത്തിലാണ് കപ്പ എടുത്തിരിക്കുന്നത്. നമ്മളാ പുഴുങ്ങാനായിട്ട് എടുക്കും കണക്ക്. അതിൽ നമ്മൾ സാധാരണ കപ്പയ്ക്ക് എങ്ങനെയാണ് അരപ്പിടുന്നത് അതുപോലെ നമ്മൾ തേങ്ങയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചിട്ടിട്ടാണ്. ജീരകം ഇതിൽ ചേർക്കൂല. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഈ കപ്പ നമ്മൾ ഈ ബീഫിലോട്ട് തട്ടാൻ പോവുകയാണ്. നമ്മൾ ഇതിലേക്ക് കപ്പയും ബീഫും കൂടെ ഒന്ന് ഇളക്കണം. കപ്പ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. വലിയ ജോലിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഗസ്റ്റുകളൊക്കെ വരണമെങ്കിൽ അവർക്കും ഉണ്ടാക്കി കൊടുക്കാം. എളുപ്പ ജോലിയാണ്. കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ മീത ശകലം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ ഗരം മസാല ചേർക്കണം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്യണം. എളുപ്പമാണ്. കപ്പയും ബീഫും കൂടെ ഉള്ള കപ്പ ബിരിയാണിയാണ്. സൂപ്പറാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യണം, കഴിക്കണം. എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞങ്ങൾ കപ്പ ബിരിയാണി കഴിക്കാനായിട്ട് ഇവിടെ 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഇളയ ആങ്ങളും എൻ്റെ ഇളയ നാട്ടിലും ഞങ്ങൾ കഴിക്കാൻ കൊടുക്കണം. അവർ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം ഇപ്പം പറയും. ഓക്കെ. കോഴിക്കോടൻ ബിരിയാണി, കപ്പ ബിരിയാണി, ചക്കില്ലേ സൂപ്പറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.